അങ്ങനെ അനാമികയുടെ കാമുകന്റെ കൂടെയുള്ള കറക്കമൊക്കെ ആദർശും നയനയും ഒക്കെ കാണുന്നുണ്ട്. അവർ ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ ചെല്ലുമ്പോഴേക്കും അവരുടെ വായടപ്പിച്ചുകൊണ്ട് നല്ല മറുപടി അനാമിക കൊടുക്കുന്നുണ്ട്. അനിയും നന്ദുവായിട്ടുള്ള കറക്കത്തെപ്പറ്റി പറഞ്ഞാണ് അവരവരുടെ വായടപ്പിക്കുന്നത്. അതുപോലെ തന്നെ ആദർശിൻ്റെ കുട്ടിയെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ടും നല്ല പണി തന്നെ അനാമിക അവർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകെപ്പാടെ ചമ്മി നാറി ആദർശും നയനയും അവിടെ നിന്നും തിരികെ പോരുന്നുണ്ട് കേട്ടോ. ഇതൊന്നും തനിക്കൊരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് അനാമിക കാമുകൻ്റെ കൂടെ കറങ്ങി നടക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ട്. അനാമികയെപ്പറ്റി ദേവയാനി എന്തൊക്കെ ജാനകിയോട് പറഞ്ഞു കൊടുത്തിട്ടും അവൾ അതൊന്നും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, നീ കണ്ടാൽ പഠിക്കില്ല, കൊണ്ടാൽ മാത്രമേ പഠിക്കുകയുള്ളൂ. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഒരുപാട് അവളെ സ്നേഹിച്ചു. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി അവൾ പക്ക ഫ്രോഡാണെന്ന്. ആ സ്ഥലം അവൾ മേടിച്ചിട്ടില്ലെന്നും അതുപോലെ ആ സ്വർണത്തിൻ്റെ കേസും അതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവളുടെ സ്വഭാവം. ഇനിയിപ്പോൾ ആരും അവളെക്കുറിച്ച് പറഞ്ഞു തരേണ്ട ഒരു കാര്യവുമില്ല. അവൾ ആരാണെന്നും അവൾ എന്താണെന്നും അവളുടെ സ്വഭാവം എന്താണെന്നും ഒക്കെ എനിക്ക് നന്നായി മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജാനകി പറയുകയാണ്, ഇത്രയും നാളും ഏട്ടത്തെ സ്നേഹിച്ചത് എൻ്റെ മരുമകളെയായിരുന്നു. പക്ഷേ ഇപ്പം അതിന് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി അവളാണ്, ആ നയന. അവൾ തന്ന കരളുകൊണ്ടാണല്ലോ ഏട്ടത്തി ഇപ്പം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളോടുള്ള സ്നേഹവും ആ ഒരു സോഫ്റ്റ് കോർണറും അതൊന്നും ഇല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ. അവളുടെ പിച്ച കൊണ്ടല്ലേ ജീവിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവയാനി പറയുകയാണ്, നീ എന്നെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞ് ഇനി കളിയാക്കിയാലും എനിക്കൊരു പ്രശ്നവുമില്ല ജാനകി. എൻ്റെ മരുമകൾ എനിക്ക് കരൾ തന്നു, അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. അവൾ ഭിക്ഷ തന്നതാണെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ, അതുകൊണ്ടൊന്നും എനിക്കൊരു കുഴപ്പവുമില്ല. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നീ എന്തൊക്കെ പറഞ്ഞ് എന്നെ തളർത്താൻ നോക്കിയാലും ഞാൻ തളരില്ല എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, അവളുടെ സ്വഭാവം എന്താണെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. കണ്ട പയ്യന്മാരെ കൂടെയൊക്കെ ചുറ്റിക്കറങ്ങി നടക്കുവാണ്. അല്ല, അങ്ങനെയൊന്നും പറയണ്ട ഏട്ടത്തി. അങ്ങനെയാണെ ആ നന്ദുവിൻ്റെ കൂടെ അവനെ ചുറ്റിക്കറങ്ങി നടക്കുന്നത് കാണുന്നില്ലേ? അതുകൊണ്ടൊക്കെ എങ്ങനെ നമുക്ക് ആ നമിയെ വഴക്ക് പറയാൻ പറ്റും, എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും എന്നും പറഞ്ഞ് അവളുടെ തോന്നിവാസത്തിനും നടത്താൻ വിടുവാണോ ചെയ്യേണ്ടത്? ആദ്യം നമ്മുടെ വീട്ടിലേനെ വേണം നന്നാക്കാൻ, അതിന് ശേഷം വേണം വന്നു കയറിയതിനെ നന്നാക്കാൻ എന്നൊക്കെ ജാനകി പറയുന്നുണ്ട്. അപ്പം ദേവയാനി പറയുന്നുണ്ട്, നിന്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അവൾക്ക് അനിയോട് യാതൊരു താല്പര്യവും ഇല്ല. അവൾക്ക് വേണ്ടത് ഈ സ്വത്തും പണവും മാത്രമാണ്. നിന്റെ മകനെ കൂടി അവൾ ഇല്ലാതാക്കാതെ നീ സൂക്ഷിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എനിക്കറിയാം. ഏട്ടത്തി വെറുതെ എന്നെ പറഞ്ഞ് ഇരുവരി കയറ്റാനൊന്നും നിൽക്കണ്ട എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ജാനകി അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ദേവയാനി അവിടെ നിന്ന് സ്വയമേ പറയുന്നുണ്ട്, ആ ഇവളോട് എത്ര പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞതുപോലെ ഇവള് കണ്ടാ പഠിക്കില്ല, കൊണ്ടാലേ പഠിക്കൂ. എനിക്ക് കിട്ടിയ പണി അതെന്താണെന്ന് ഇവിടെ ആരും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. എന്തായാലും ജാനകി പതിയെ പതിയെ അവളുടെ സ്വഭാവം മനസ്സിലാക്കിക്കോളൂ. അന്ന് തീരും അവളുടെ ഈ മരുമോള് സ്നേഹം എന്നും പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ജാനകി അവിടെ നിന്ന് നേരെ അടുക്കളയിലേക്കാണ് പോകുന്നത്. അവിടെ വെച്ച് ജലജയെ കാണുന്നുണ്ട്. ജലജ ചോദിക്കുന്നുണ്ട്, ദേവയാനി നിന്നെ വറുത്ത് കോരുന്ന കണ്ടല്ലോ ജാനകി, എന്തു പറഞ്ഞു? അവളുടെ മരുമകളെ പുകഴ്ത്തി പറഞ്ഞു കാണുമായിരിക്കുമല്ലേ? അല്ലാതെ പിന്നെ ദേവയാനി ചേച്ചി വേറെ എന്തു പറയാനാ? അവരുടെ മരുമകൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. എൻ്റെ മരുമകൾ കൊള്ളില്ല, അതുതന്നെയാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജലജ പറയുകയാണ്, അത് വേറൊന്നും കൊണ്ടല്ല, അവരാണല്ലോ ഈ വീട്ടിലെ മൂത്ത മരുമകൾ. അതുകൊണ്ട് അവർക്കല്ലേ ഈ വീട്ടിലെ ഏറ്റവും സ്ഥാനം. അതുപോലെ തന്നെ ആദർശനാണ് ഈ കമ്പനിയുടെ MD സ്ഥാനവും എല്ലാം തന്നെ അച്ഛൻ കൊടുത്തിരിക്കുന്നത്. ബാക്കി 2 ആമക്കളിലുണ്ടായിട്ടും അവർക്കൊന്നും കൊടുത്തിട്ടില്ല, മരുമക്കൾക്ക് ഒന്നും കൊടുത്തിട്ടില്ല. ആ കൊച്ചുമോന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ അവളുടെ ഇപ്പോഴത്തെ ആഗ്രഹം, അവളുടെ മരുമകളാണല്ലോ ഇപ്പോഴത്തെ ചീഫ് ഡിസൈനർ. അതുപോലെ ഈ വീട്ടിലെ അധികാരം കൂടി അവളുടെ മരുമകളെ ഏൽപ്പിക്കണം. അതൊക്കെയാണ് ആ ദേവയാനിയുടെ പ്ലാനിങ് എന്നൊക്കെ ജലജ പറയുകയാണ്. അപ്പോൾ ജാനകി പറയുകയാണ്, അതൊക്കെ ചേച്ചിയുടെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. എൻ്റെ മരുമകളുള്ളപ്പോൾ ആ സ്ഥാനം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അങ്ങനെയല്ലെങ്കിൽ ഈ വീട് ഞാൻ വെട്ടിക്കീറും, 3 ആക്കും, 3 ഭാഗം. നീയും ജയേട്ടനും അജയേട്ടനും
നിങ്ങൾ 3 പേരുണ്ടല്ലോ, അത് 3ആയിട്ട് ഭാഗം വയ്ക്കട്ടെ. എല്ലാവർക്കും അവനവൻ്റെ വീതം മേടിച്ച് 3 വഴിക്ക് തിരിക്കുക, അതായിരിക്കും നല്ലത് എന്ന് പറയുന്നതും കേട്ട് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കൊള്ളാലോ ജാനകി, രാവിലെ തന്നെ ഭാഗം വെപ്പാണോ? അത് പിന്നെ അച്ഛ, ഞാനെല്ലാം കേട്ടു. ഇനി നീയായിട്ടത് വിശദീകരിക്കണമെന്നില്ല. 3ആയിട്ട് ഭാഗിക്കണമെങ്കിലേ അതങ്ങ് പറഞ്ഞാൽ മതി, ഞാനങ്ങ് ഭാഗിച്ചു തന്നേക്കാം. 3 പേരും 3 വഴിക്ക് പൊക്കോ. അല്ല, ഞങ്ങൾ 2 കിളവനും കിളവിയുണ്ടല്ലോ, ഞങ്ങളെവിടെ പോവും ജാനകി എന്ന് ചോദിക്കുകയാണ്. അച്ഛാ, ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്. മതി മതി, എനിക്കെല്ലാം മനസ്സിലായി. അപ്പം ജാനകി പറയുകയാണ്. സോറി, ജലജ പറയുകയാണ്. അച്ഛാ, ജാനകി പറഞ്ഞത് ശരിയല്ലേ? വീട്ടിലിങ്ങനെ കൂട്ടത്തല്ലും അടിയും വഴക്കുമായിട്ട് എത്ര കാലമെന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകുന്നത്? എല്ലാവരും അവനവൻ്റെ ജീവിതം നോക്കി അവരവരുടെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം മുത്തശ്ശൻ പറയുകയാണ്, എല്ലാവരുടെയും തീരുമാനം അതാണെങ്കിൽ ഞാൻ അതിനുള്ള തീരുമാനം പെട്ടെന്നുണ്ടാക്കാം. അങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ജാനകി പറയാണ്, ശേ, മോശമായിപ്പോയി, അച്ഛനിപ്പോൾ കയറി വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പം ജാനകി പറയാണ്, അതിനെന്താ ജലജെ, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയണം. എങ്കിൽ മാത്രമേ നമ്മുടെ അവകാശങ്ങൾ നമുക്ക് പിടിച്ചു മേടിക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ എം ഡി സ്ഥാനവും ചീഫ് ഡിസൈനർ സ്ഥാനവും അങ്ങനെ എല്ലാ സ്ഥാനങ്ങളും മൂത്ത മരുമകൾക്കും അവരുടെ മക്കൾക്കും കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ മക്കളും മരുമക്കളും ഒക്കെ വെറും വേസ്റ്റ് ആണെന്നാണ് അവരുടെയൊക്കെ ചിന്താഗതി. ലാസ്റ്റ് ഭാഗം വെച്ചില്ലെങ്കിലേ നമ്മൾ അവരുടെ അടിമകളായിട്ട് ജീവിക്കേണ്ടി വരും. നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ അവസ്ഥ നിനക്കറിയാമല്ലോ. പിന്നെ നമ്മളിവിടെ വെറും അടിമകളെ പോലെ ജീവിക്കേണ്ടി വരും. അവരുടെ കയ്യിൽ നിന്നുള്ള പിച്ചക്കാശിന് വേണ്ടി നമ്മൾ കൈ നീട്ടി നിൽക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, ആദ്യത്തെ വിൽപ്പത്രം എഴുതിയപ്പം അതിലെന്താ എഴുതിയിരുന്നതെന്ന് നിനക്കറിയാമോ? എന്താ എഴുതിയിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജലജ പറയുന്നുണ്ട്, വേറൊന്നുമല്ല, ഈ കമ്പനിയും സർവ്വജംഗമ വസ്തുക്കളും ആദർശിൻ്റെ പേരിലാണ്. ആദർശിന് എന്താണോ ഇഷ്ടമുള്ളത് അത് ബാക്കിയുള്ളവർക്ക് കൊടുക്കാനാണ് നമ്മുടെ പുന്നാര അച്ഛൻ എഴുതിയിരുന്നത്. സത്യമാണോ ജലജ നീ പറയുന്നത്? അതെ, സത്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയാണ് ആ പത്രത്തിൽ എഴുതിയിരുന്നത്. ഞാനും അബിയും ആ പത്രം കണ്ടതാണ് എന്നൊക്കെ ജലജ പറയുന്നുണ്ട്. ഇത് കേട്ട് ജാനകി ആകെ അപ്സെറ്റായിട്ട് ഈ സ്വത്തുക്കളൊക്കെ ഉടനെ തന്നെ ഭാഗം വെപ്പിക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കുകയാണ്. ഈ സമയം ജലജ മൈൻഡ് വോയിസിൽ പറയുന്നുണ്ട്, ഇവളെ നെരുപരി കയറ്റിയാൽ ഈ വീട് ഭാഗം വെക്കാനുള്ള പണികളൊക്കെ പെട്ടെന്ന് നടക്കും. ഞാൻ എന്തെങ്കിലും പറയാൻ ചെന്നാൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് നല്ല തല്ല് കിട്ടും. ഇവളാകുമ്പോൾ കുഴപ്പമില്ല, മരുമക്കളായതുകൊണ്ട് അച്ഛൻ അങ്ങനെ അടിക്കില്ലല്ലോ എന്നൊക്കെ ഓർത്ത് അവളിങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മരുമകൾക്കുള്ള ജ്യൂസുമായി ജാനകി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെല്ലുന്നുണ്ട്. അവളുടെ റൂമിനരികിലേക്ക് ചെല്ലുമ്പോൾ ഡോറ് പകുതി ചാരിയിട്ടിരിക്കുകയായിരിക്കും. അനാമിക ആരെയോ വീഡിയോ കോൾ വിളിക്കുകയാണ്. മറ്റാരെയല്ല, അവളുടെ സ്വന്തം കാമുകനെ തന്നെ. ജാനകി ഡോറ് തുറന്നൊന്നും അറിയാതെ കൊഞ്ചിക്കൊഴിഞ്ഞ് വർത്താനം പറഞ്ഞുകൊണ്ട് അവൾ ഇരിക്കുകയായിരിക്കും. ജാനകി ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ജാനകിക്കാണെങ്കിൽ അത് കാമുകനാണെന്ന് മനസ്സിലായി. അപ്പോൾ അവൾ മനസ്സിൽ ഓർക്കുന്നുണ്ട്, അപ്പോൾ എല്ലാവരും പറഞ്ഞത് സത്യമാണോ? ഇവക്ക് അങ്ങനെ ഒരു കാമുകനുണ്ടോ എന്നൊക്കെ ജാനകി ആലോചിക്കുന്നുണ്ട്. അപ്പം കാമുകൻ ചോദിക്കുകയാണ്, എന്തായി, നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ വല്ലതും നടക്കുമോ? അപ്പോൾ അനാമിക പറയുന്നുണ്ട്, എല്ലാം നടക്കൂടാ, നീ കുറച്ച് നാളോടൊന്ന് വെയിറ്റ് ചെയ്യ്. ഇത്രയും നാൾ നീ വെയിറ്റ് ചെയ്തില്ലേ? ഞാൻ ഇങ്ങോട്ട് വന്ന ലക്ഷ്യം തന്നെ എന്താണെന്ന് നിനക്കറിയാലോ. ഇവിടെ വന്ന് എന്തായാലും നല്ലൊരു എമൗണ്ട് തന്നെ ഇവിടുന്ന് കൈക്കലാക്കണം. എന്നിട്ട് നിൻ്റെ കൂടെ വന്ന് സുഖമായിട്ട് ജീവിക്കണം. ആ പ്ലാനിങ്ങിലാണ് ഞാനിപ്പോൾ എന്ന് അവൾ പറയുന്നുണ്ട്. വല്ലതും നടക്കുമോ? നിൻ്റെ ഭർത്താവാണെങ്കിൽ അവളുടെ പിന്നാലെ പോകുന്നുണ്ടെന്നല്ലാതെ. എങ്ങനെയെങ്കിലും അവളെ പോയി കെട്ടട്ടെ. ഇല്ലടാ, അത് ഞാൻ സമ്മതിക്കില്ല. അവളെ കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. എടി, നീ എന്തൊക്കെയായി പറയുന്നേ? അവൻ അവളുടെ പിന്നാലെ പോവോ, അവളെ വിവാഹം കഴിക്കുകയൊക്കെ ചെയ്താലല്ലേ നിനക്ക് പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടൂ. അപ്പോൾ അനാമിക പറയുകയാണ്, അതൊക്കെ ശരിയാടാ, പക്ഷേ എനിക്ക് അവളെ കാണുമ്പോൾ ദേഷ്യമാണ്. അവളും അവനും കൂടെ ഒന്നിച്ച് ജീവിക്കുന്നത് ഓർക്കുമ്പോഴത്തേന് എനിക്കങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. നീ ഇപ്പോൾ അങ്ങനൊന്നും ചിന്തിക്കേണ്ട. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് അവിടുത്തെ സ്വത്തും പണവും വേണം, എന്നിട്ട് സുഖമായിട്ട് ജീവിക്കണം. അതിന് നിന്റെ ഭർത്താവ് വേറെ കെട്ടുവോ ചാകുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്.
ഇതൊക്കെ കേട്ട് ദേഷ്യപ്പെട്ട് വല്ലാത്ത കലി പൂണ്ട് അനങ്ങാതിങ്ങനെ നിൽക്കുകയാണ് ജാനകി. അപ്പൊ അനാമിക ചോദിക്കാണ്, അല്ല ഈ സ്വത്തുക്കളൊക്കെ എടുത്തിട്ട് ഞാൻ നിന്നെരിക്കെ വന്നാ നീ എന്നെ കളഞ്ഞിട്ട് പോവോ? അതെന്ത് ചോദ്യവാ? എനിക്ക് വേണ്ടത് നിന്നെയല്ലേ. പിന്നെ നമുക്ക് ജീവിക്കാൻ സ്വത്തുക്കൾ വേണം. ശിഷ്ടകാലം നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ ഈ പ്ലാൻ തന്നെയാണ് നല്ലത്. അതേടാ, എങ്ങനെ പോയാലും ഒരു ഷെയർ എന്നൊക്കെ പറഞ്ഞാലേ ഒരു 100 കോടി വരും. ഇവിടെ എന്തൊക്കെ സ്വത്തുക്കളുണ്ടെന്ന് ആ കിളവന് പോലും നിശ്ചയമില്ല. 3 ഭാഗം വെച്ചാൽ തന്നെ ഇഷ്ടം പോലെ സ്വത്താ. നമ്മുടെ 3 തലമുറയ്ക്ക് ഇരുന്നുണ്ണാനുള്ള സ്വത്തുണ്ട് എന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. അല്ല, ഇനി നിന്റെ ഭർത്താവ് എങ്ങാനും ഡിവോഴ്സിന് സമ്മതിക്കാതിരിക്കുവോ? അവൻ അതിനൊക്കെ 100% സമ്മതമാണ്. അത് ശരിയാണ്. ആ കിളവയും പിന്നെ നിന്റെ അമ്മായിമ്മയൊക്കെ അതിന് സമ്മതിക്കാതിരുന്നാലോ? ആ തള്ളെ കൊണ്ട് സമ്മതിപ്പിക്കാനൊക്കെ എനിക്കറിയാം. അവരെനിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു മന്ദബുദ്ധിയാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ടും ഒന്നും മിണ്ടാതെ കലിച്ചു നിൽക്കുന്നുണ്ട് നമ്മുടെ ജാനകി. എന്നിട്ട് അനാമിക പറയുന്നുണ്ട്, ഞാൻ എന്ത് പറഞ്ഞാലും അവരതൊക്കെ വിശ്വസിക്കുവിടാ. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പവറും. എന്ത് പറഞ്ഞാലും അവർ കണ്ണും പൂട്ടി വിശ്വസിക്കും. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവൻ എനിക്ക് സ്വർണ്ണമൊക്കെ തന്ന കാര്യം. സ്വർണ്ണമായിട്ടും പണമായിട്ടും ഒക്കെ ഇങ്ങനെ തരുന്നുണ്ട്. ഞാൻ കുറച്ച് ഇങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഒരു 100 കോടി രൂപയെങ്കിലും അടിച്ചു മാറ്റണം. എന്നിട്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്കണം. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. അല്ല, ഈ അനിയനെ നമുക്കങ്ങ് തട്ടിയാലോ? തട്ടാനോ? നീ എന്തൊക്കെയാടാ പറയുന്നേ? അല്ല, അവനിപ്പോൾ ആകെ പ്രണയനാശത്തിലും ഡിപ്രഷനിലും ഒക്കെയല്ലേ. ഇടയ്ക്കിടയ്ക്ക് കാണാതെ പോകുന്നുമുണ്ട്. പോയിസൺ വല്ലതും കലക്കി കൊടുത്താൽ ഒരു ആത്മഹത്യ എന്ന രീതിയിലാക്കുവാണേലോ. അങ്ങനെ അനിയങ്ങ് ഇല്ലാതാക്കുവാണെങ്കിൽ നിനക്ക് വിധവ എന്നുള്ളൊരു കൺസെഷനും കിട്ടും. നീ പറഞ്ഞത് ശരിയാണല്ലോടാ. അതെ, ഞാൻ പറഞ്ഞത് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അവൻ്റെ വിധവ എന്ന് പറഞ്ഞാലേ നിനക്ക് അവിടെ പവർ കൂടും. അതുകൊണ്ട് അനിയുടെ ഷെയറും കൂടെ നിനക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നീ പറഞ്ഞ ഐഡിയ കൊള്ളാം. ഇത്രയും നാളും ഞാനിതിനെപ്പറ്റി ചിന്തിച്ചേ ഇല്ല. അവനെ ഡിവോഴ്സ് ചെയ്താൽ നഷ്ടപരിഹാരം കിട്ടുമെന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. എടി, ഡിവോഴ്സ് ചെയ്ത് നഷ്ടപരിഹാരം കിട്ടുന്നതിനെക്കാട്ടിലും 5 ഇരട്ടി തുക കിട്ടും നിനക്ക്. അവൻ ചത്ത് നീ വിധവയായാൽ. അത് ശരിയാടാ. ഞാനെന്തായാലും അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കട്ടെ എന്ന് അനാമിക പറയുന്നുണ്ട്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ആലോചിച്ച് തളർന്നെങ്കിൽ ഈ ജ്യൂസ് കുടിക്കുക. ഞെട്ടി എഴുന്നേറ്റ് അനാമിക നോക്കുന്നത് ജാനകിയുടെ മുഖത്തേക്കായിരിക്കും. എന്താടി, നിനക്ക് ജ്യൂസ് വേണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് ആ ജ്യൂസ് എടുത്ത് അനാമികയുടെ മുഖത്തേക്ക് ഒഴിക്കുകയാണ് ജാനകി. അമ്മേ എന്ന് വിളിക്കുമ്പോൾ മിണ്ടിപ്പോകരുത്. നിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും വിശ്വസിക്കാതെ സ്വന്തം മോളെപ്പോലെ സ്നേഹിച്ചതല്ലേ ഞാൻ. അതൊക്കെ പോട്ടെ, നിന്റെ കഴുത്തി താലി കെട്ടിയവനല്ലേ ആനി. അവനോട് നിനക്ക് ഇത്രയ്ക്ക് സ്നേഹമില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അവൻ ആ നന്ദുവിൻ്റെ പുറകെ നടക്കുന്നത് അവൻ്റെ കുറ്റമാണെന്നാണ് ഞാൻ ഇത്രയും നാളും കരുതിയത്. അല്ല, നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാ അവൻ ഇങ്ങനെ ആയിപ്പോയത്. നീ അവനെ സ്നേഹിക്കായിരുന്നെങ്കിൽ ഒരിക്കലും അവൻ ഇങ്ങനൊന്നും പോവില്ലായിരുന്നു. എൻ്റെ മകൻ്റെ ജീവിതവും കളഞ്ഞ് അവൻ്റെ സന്തോഷവും സമാധാനവും എല്ലാം കളഞ്ഞിട്ട് ഇപ്പം നീ അവനെ കൊല്ലാൻ നോക്കുന്നോടി എന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ കർണക്കുറ്റി നോക്കി ഒറ്റയടി കൊടുക്കുകയാണ്. ആ അടിയുടെ ശക്തിയിൽ അനാമിക തെറിച്ച് വീഴുന്നുണ്ട്. നീ എന്താടി പറഞ്ഞത്? എൻ്റെ മകനെ കൊന്നിട്ട് അവൻ്റെ വിവിധവയാന്നും പറഞ്ഞ് ഇവിടെ സുഖിച്ച് കഴിയാന്നോ? എന്നിട്ട് കാശ് മേടിച്ച് നിന്റെ കാമുകൻ്റെ കൂടെ പോയി ജീവിക്കാന്നാണോ നീ കരുതുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇത്രയും കാലം എല്ലാവരും പറഞ്ഞിട്ടും ഞാൻ അതൊന്നും വിശ്വസിച്ചില്ല. എല്ലാവരും പറഞ്ഞു നീ ഇതേപോലെ പിഴച്ച് നടക്കുകയാണെന്ന്. അത് മാത്രമല്ല, നീ ഒരു ഫ്രോഡാണെന്നും പലരും പറഞ്ഞു. അതും ഞാൻ വിശ്വസിച്ചില്ല. ഇന്ന് രാവിലെ കൂടി ഏട്ടത്തി എന്നോട് പറഞ്ഞതേ ഉള്ളൂ നീ പക്കാ ഫ്രോഡാണെന്നും ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുവാണെന്നും. എന്നിട്ട് ഞാനത് വിശ്വസിച്ചില്ല. ഇപ്പം എനിക്ക് മനസ്സിലായടി നീ ആരാണെന്നും നിന്റെ തനി സ്വരൂപം എന്താണെന്നും എന്നും പറഞ്ഞ് വീണ്ടും പോയി അനാമികേനെ അടിക്കുന്നുണ്ട്. നിനക്ക് ഡിവോഴ്സ് വേണമല്ലേടി? നിനക്ക് എൻ്റെ മകൻ്റെ വിധവയാകണമല്ലേടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവളുടെ മുടുക്കുത്തിന് പിടിച്ച് വലിച്ചഴിച്ച് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എല്ലാവരും ഹാളിലേക്ക് ഓടി വരുന്നുണ്ട്. ജാനകി, നീ എന്തായി കാണിക്കുന്നത്? ഇല്ല, ഇനി ഒരു നിമിഷം പോലും ഇവളിവിടെ നിൽക്കാൻ പാടില്ല. ഇവൾക്ക് ഡിവോഴ്സ് ചെയ്തിട്ട് ജീവനാംശം വേണം പോലും. അതുമാത്രമല്ല, അല്ലെങ്കിൽ എൻ്റെ മകനെ കൊന്നിട്ട് വിധവയാകണം. ഇവളുടെ കാമുകനെ ഇവള് വിളിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവനോട് ഇവള് പറയുകയാണ് അനിയെ കൊന്നിട്ട് അവളുടെ വിധവയായിട്ട് അവൻ്റെ ഷെയറും പിടിച്ചു പറ്റി അവൻ്റെ കൂടെ പോയി സുഖമായിട്ട് ജീവിക്കണമെന്ന്.
അങ്ങനത്തെ വൃത്തികെട്ടുള്ള ഇവളെന്ന് പറഞ്ഞിട്ട് ജാനകി വീണ്ടും അനാമികയെ തല്ലുന്നുണ്ട്. അപ്പോൾ ദേവയാനി വന്നിട്ട് പറയാണ്, നിങ്ങൾക്കാർക്കും അറിയാത്ത ഒരു കാര്യം കൂടി ഞാനിപ്പോൾ പറയാം. അന്ന് നവ്യ ഗർഭിണിയായിരുന്നപ്പോളേ അവളുടെ കുഞ്ഞിനെയും അവളെയും കൊല്ലാൻ വേണ്ടിയിട്ട് പാലിൽ വിഷം കലക്കിയത് ദാ ഈ നിൽക്കുന്ന ഉരുമ്പെട്ടവളാണ്. അപ്പോഴേക്കും നയനയും നവ്യയും പരസ്പരം മുഖത്തോട്ട് മുഖം നോക്കുകയാണ്. അപ്പം നവ്യ ചോദിക്കുകയാണ്, അമ്മ ഇതെങ്ങനെ അറിഞ്ഞു? അത് ഞാനൊരു ദിവസം ഇവളുടെ വീട്ടിലേക്ക് പോയപ്പോഴേ ഇവളും ഇവളുടെ അച്ഛനും അമ്മയും കൂടി ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ഞാനിവളുടെ തനി സ്വരൂപം മനസ്സിലാക്കിയതാ. പക്ഷേ ഞാനിതുവരെ ആരോടും ഇത് പറയാതിരിക്കുകയായിരുന്നു. ഇപ്പം എന്തായാലും പറയേണ്ട ഒരു സന്ദർഭം വന്നു എന്ന് പറയുകയാണ്. അപ്പം ജാനകി പറയുകയാണ്, ചേച്ചി രാവിലെ പറഞ്ഞപ്പോൾ പോലും ഞാൻ ഇതൊന്നും വിശ്വസിച്ചില്ല. ഇവിടെയുള്ള പലരും പറഞ്ഞു ഇവളുടെ സ്വഭാവം ഇതാണെന്ന്. അന്നൊന്നും ഞാനതൊന്നും വിശ്വസിച്ചില്ല. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി ഇവൾ എന്താണെന്നും ഇവളുടെ സ്വഭാവം എന്താണെന്നും ഇവൾ ആരാണെന്നും ഇവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്നും ഒക്കെ. വിവാഹം കഴിച്ച് നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല അവൾ ഇങ്ങോട്ടേക്ക് വന്നത്. അവളുടെ കാമുകൻ്റെ കൂടെ ജീവിക്കാൻ സ്വത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇവിടെ വന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവിടെ വന്ന് അനിയുമായിട്ട് ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി ഡിവോഴ്സും വാങ്ങി ജീവനാംശം വാങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് എൻ്റെ അനിമോൻ്റെ ജീവിതം ഇവൾ നശിപ്പിച്ചത് എന്നും പറഞ്ഞ് ജാനകി പൊട്ടി കരയുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് അവൾ കാമോനോട് പറയുകയാണ്, അവനിപ്പോൾ നിരാശയിൽ നടക്കുമല്ലേ, അവൻ ആത്മഹത്യ ചെയ്തതായിട്ട് വരുത്തി തീർക്കാൻ എളുപ്പമാണ്. അവനെ കൊന്ന് വിധവയായിട്ട് അവൻ്റെ ഷെയറും വാങ്ങി നമുക്കൊന്നിച്ച് ജീവിക്കാമെന്ന് എന്നൊക്കെ പറയുകയാണ്. ഇവളതും പറഞ്ഞ് വീണ്ടും ജാനകി അടിക്കുന്നുണ്ട്. ദേവയാനി വന്ന് ജാനകിയെ പിടിച്ചു മാറ്റുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, ഓഹോ, അപ്പോൾ ഇതൊക്കെയാണല്ലേ എല്ലാവരും ഞങ്ങളോട് മറച്ചു വെച്ച കാര്യങ്ങൾ. എന്തായാലും ജാനകിക്ക് അനാമികയുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. അനാമികയുടെ വീട്ടുകാരെ പറ്റിയൊക്കെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഇവളും ഇവളുടെ വീട്ടുകാരും പക്ക ഫ്രോഡാണെന്നൊക്കെ ഞാൻ അന്വേഷിച്ചറിഞ്ഞതാണ്. പിന്നെ അതിൻ്റെ സത്യാവസ്ഥ കുറച്ചുകൂടെ എനിക്ക് അറിയേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്തായാലും അവളുടെ അമ്മായിമ്മയുടെ അരികെ വായിൽ നിന്ന് തന്നെ എനിക്കെല്ലാം മനസ്സിലായി. എന്തായാലും ജാനകി, നിനക്ക് എന്ത് വേണേലും തീരുമാനിക്കാം. എന്തായാലും അനിയുടെ തീരുമാനം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാലോ. ഇതൊക്കെ കേട്ട് സന്തോഷിച്ച് നിൽക്കുകയാണ് അനി. എങ്ങനെയെങ്കിലും അവളെ പുറത്താക്കണമെന്നോർത്തിരിക്കുകയായിരുന്നല്ലോ അവൻ. അപ്പോൾ അതിന് തടസ്സമായിട്ട് നിന്നത് ജാനകിയാണ്. ആ ജാനകി തന്നെ അവളെ കഴുത്തെ പിടിച്ച് വെളിയിൽ തള്ളുകയാണ്. അത് കണ്ട് സന്തോഷിച്ച് നിൽക്കുകയാണ് നമ്മുടെ അനി. ബാക്കി ആരും ഒന്നും മിണ്ടുന്നില്ല. ആ വീട്ടിലുള്ളവരെല്ലാവരും തന്നെ ഈ ഒരു കാഴ്ച കാണാൻ കാത്തിരിക്കുമായിരുന്നല്ലോ. അങ്ങനെ ജാനകി അവളുടെ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളുന്നുണ്ട്. നീ ഇനി ഒരക്ഷരം മിണ്ടിപ്പോകരുത്, ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്. നിനക്ക് ഡിവോഴ്സ് വേണമെങ്കിൽ നീ തന്നെ പോയി അപ്ലൈ ചെയ്. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനൊക്കെ എനിക്കറിയാം. എൻ്റെ മകൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്നും കാശിന് വേണ്ടിയിട്ട് നീ ചെയ്തു കൂട്ടിയതാണ് ഇതെല്ലാമെന്നും ഞാൻ കോടതി തെളിയിച്ചോളാം. നിന്നെ ഇനി ഇവിടെ ആർക്കും ആവശ്യമില്ല. ഈ കുടുംബത്തിൽ നിന്ന് ഒരു ചില്ലിക്കാശ് നിനക്ക് തരുമെന്നും നീ പ്രതീക്ഷിക്കേണ്ട എന്നും പറഞ്ഞ് ജാനകി അവളുടെ നേരെ വാതിൽ കൊട്ടിയടിക്കുന്നുണ്ട്. വേറെ ഒരു നിർവാഹവും ഇല്ലാതെ അനാമിക അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഈ സമയം അനി ഓടി വന്ന് ജാനകിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അമ്മേ, ഇത്രയും നാളും എൻ്റെ മനസ്സിൽ അനുഭവിച്ച ബുദ്ധിമുട്ടും ഫ്രസ്ട്രേഷനും എൻ്റെ മാനസികാവസ്ഥയും ഇതൊന്നും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴെങ്കിലും അമ്മ ഇതെല്ലാം മനസ്സിലാക്കിയല്ലോ എന്ന് പറയുന്നുണ്ട്. പോട്ടെ മോനെ, എന്നോട് ക്ഷമിക്ക്. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. എല്ലാവരും പറഞ്ഞിട്ടും ഞാനതൊന്നും വിശ്വസിച്ചില്ല. ഞാൻ അവളെ കണ്ണടച്ച് വിശ്വസിച്ചു പോയി. മോൻ എന്നോട് ക്ഷമിക്ക് എന്നൊക്കെ പറഞ്ഞ് ജാനകി ക്ഷമ ചോദിക്കുകയാണ്.